യെസ്, കേരളത്തിലെ എല്ലാ ജില്ലകളിലും LDFിലും UDFിലും വിമത ശല്യം അതിരൂക്ഷമാണ്. ഇപ്പോൾ ഈ വിമത ശല്യം കൊണ്ട് പൊറുതിമുട്ടി ഈ പാലക്കാട് DCC അച്ചടക്ക നടപടിയിലേക്ക് കടന്നിരിക്കുകയാണ്. അവിടെ ഈ കോൺഗ്രസിന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥികൾക്കെതിരെ മത്സരിക്കുന്ന 9 കോൺഗ്രസിന്റെ വിമത സ്ഥാനാർത്ഥികളെ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയിരിക്കുകയാണ് പാലക്കാട് DCC. ഇതിൽ സിറ്റിംഗ് മെമ്പർമാരുൾപ്പെടെ ഉണ്ട് എന്നതാണ് ഏറെ ശ്രദ്ധേയമായിട്ടുള്ള ഘടകം. അരുൺ ആലത്തൂർ പാലക്കാട് നിന്നും ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുകയാണ്. അരുൺ, ഇത് പാലക്കാട്ടെ മാത്രം സാഹചര്യമല്ല, അങ്ങ് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള എല്ലാ ജില്ലകളിലും വിമതശല്യം രൂക്ഷമാണ്. UDFിലും LDFിലും ഒരുപോലെ. ഇപ്പോൾ ഈ പാലക്കാട് DCC എന്തുകൊണ്ടാണ് ഇത്തരം ഒരു കടുത്ത നടപടിയിലേക്ക് പോയത്? ഗൗതം സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് പാലക്കാട് ജില്ലയിൽ NDA ഒഴികെ മറ്റ് LDF UDF ഈ രണ്ട് വിഭാഗത്തിലും വിമത ശല്യം വലിയ രീതിയിലുണ്ട്. അതിലേതായാലും UDFിനെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ വിമത ശല്യത്തിൽ പൊറുതിമുട്ടി യാതൊരു തരത്തിലും മുന്നോട്ട് പോകാൻ കഴിയാത്ത തർക്കങ്ങളും പ്രശ്നങ്ങളും ഉണ്ടായ സാഹചര്യത്തിലാണ് ഇപ്പോൾ വിമതരായ സ്ഥാനാർത്ഥികളെ അവർ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നത്. അതിൽ DCC അംഗമായ കിദർ മുഹമ്മദ്, അതുപോലെ തന്നെ എലപ്പുള്ളി പഞ്ചായത്തിലെ 2 സിറ്റിംഗ് മെമ്പർമാർ, മാത്തൂർ പഞ്ചായത്തിലെയും കണ്ണാടി പഞ്ചായത്തിലെയും നിരവധി നേതാക്കളെ ഉൾപ്പെടെയാണ് 9 പേരെയാണ് ഇപ്പോൾ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നത്. ഏതായാലും മുഴുവൻ ആളുകൾക്കെതിരെയും നടപടി ഉണ്ടായിട്ടില്ല, പക്ഷേ ഒരു വിഭാഗം ആളുകൾക്കെതിരെ നടപടി ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. ഏതായാലും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ വിമത ശല്യം വലിയ തലവേദനയായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. ഈ DCC അംഗം കിദർ മുഹമ്മദ് നമ്മൾ ജനം TVയിലൂടെയാണ് അദ്ദേഹം സ്ഥാനാർത്ഥിയായിട്ട് രംഗത്തിറങ്ങാൻ പോവുകയാണെന്നും, അതുമാത്രമല്ല കുന്നത്തൂർമേട് നോർത്ത് എന്നുള്ള പാലക്കാട് നഗരസഭയിലെ ഒരു വാർഡിൽ നിരന്തരം കുടുംബാധിപത്യമാണ് കോൺഗ്രസ് കാണിച്ചുകൊണ്ടേയിരിക്കുന്നത്. അവിടെ പ്രശോഭ് വത്സൻ എന്നൊരു വ്യക്തിയാണ് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ളത്. പ്രശോഭിൻ്റെ ഭാര്യയായിരുന്നു കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നത്. അതിനു മുമ്പ് 2 തവണ പ്രശോഭിൻ്റെ അമ്മ അവിടെ മത്സരിച്ച് ആ വാർഡിൽ പ്രതിനിധാനം ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ തുടർച്ചയായിട്ട് ഒരു കുടുംബത്തിന് ഇത്തരത്തിൽ സീറ്റ് നൽകുന്നു, അതേസമയം തന്നെ പാർട്ടിയിലുള്ള മറ്റുള്ള ആളുകളെ തഴയുന്നു എന്നുള്ളതായിരുന്നു അവിടെ ഉയർന്ന വിമർശനം. മറ്റ് വിമത സ്ഥാനാർത്ഥികളും സമാന രീതിയിൽ തന്നെയാണ്. ഈ കോൺഗ്രസിനകത്ത് കൃത്യമായിട്ട് സ്ഥാനാർത്ഥി നിർണയത്തിൽ കൃത്യമായ കാര്യങ്ങൾ ചെയ്യുന്നില്ല. മാത്രമല്ല DCC അധ്യക്ഷനെയും അതുപോലെ തന്നെ VK ശ്രീകണ്ഠൻ MPയെയും ഒക്കെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ടാണ് പല നേതാക്കളും സ്വതന്ത്രരായി മത്സരിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായത്. ഏതായാലും അങ്ങനെ സ്വതന്ത്രരായി മത്സരിച്ച സ്ഥാനാർത്ഥികളെയാണ് പാർട്ടിയിൽ നിന്നിപ്പോൾ പുറത്താക്കിയിരിക്കുന്നത്. ഏതായാലും ഈ വിഷയത്തോട് ഈ സ്വതന്ത്രരായി മത്സരിക്കുന്ന ആളുകൾ പ്രതികരിക്കുന്നത് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയാൽ തങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ല എന്നുള്ളതാണ്. കാരണം ഇത്തരത്തിലുള്ള ഒരു പാർട്ടി സംവിധാനം കൃത്യമായിട്ട് ഓരോ ഇടത്തും ആളുകളെ കൃത്യമായി പരിഗണിക്കാതെ പലതരത്തിൽ കുടുംബാധിപത്യമോ അതല്ലെങ്കിൽ പണാധിപത്യമോ പേയ്മെൻറ്റ് സീറ്റുകളോ ഒക്കെ നൽകുന്ന സ്ഥിതിയാണ് പാലക്കാട് പൊതുവേ ഉള്ളത്. അതുകൊണ്ട് തന്നെ തങ്ങളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതിൽ തങ്ങൾക്ക് വലിയ ദുഃഖമൊന്നുമില്ല. ഏതായാലും ഈ പാർട്ടിയിൽ ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ് തങ്ങളുടെയും നിലപാട്. തങ്ങൾ മത്സരിച്ച് വിജയിക്കാനുള്ള പ്രവർത്തനവുമായി മുന്നോട്ട് പോകുമെന്നുള്ളതാണ് വിമതരായ നേതാക്കൾ ഏതായാലും വിഷയത്തിൽ വ്യക്തമാക്കുന്നത്. 9 പേരെയാണ് ഇപ്പോൾ നിലവിൽ പുറത്താക്കിയിരിക്കുന്നത്. പക്ഷേ 9 അല്ല, പിരായിരി പഞ്ചായത്തിൽ ഉൾപ്പെടെ നടു റോഡിൽ നിന്ന് തമ്മിൽ തല്ലുന്ന തരത്തിലായിരുന്നു കോൺഗ്രസ്സുകാർ കടന്നിരുന്നത്. അതുപോലെ തന്നെ പാലക്കാട് നഗരത്തിലേക്ക് വരുമ്പോൾ നഗരസഭയിൽ വിവിധ ഭാഗങ്ങളിൽ വിമതരുണ്ട്. അതിൽ ചില ആളുകളെ മാത്രമേ പുറത്താക്കിയിട്ടുള്ളൂ, മറ്റു ചില ആളുകളെ ഇപ്പോഴും പുറത്താക്കാതിരിക്കുന്ന സാഹചര്യവും ഉണ്ട് എന്നുള്ളതാണ്. ഏതായാലും ഇഷ്ടക്കാരെ പിടിച്ചു നിർത്തി മറ്റുള്ള ആളുകളെ പുറത്താക്കുന്ന നടപടിയാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും വരും ദിവസങ്ങളിൽ അതിലും കൂടുതൽ വിമർശനം ഉയരാൻ സാധ്യതയുണ്ട്. ഏതായാലും തെരഞ്ഞെടുപ്പിന് സ്ഥാനാർത്ഥി നിർണയത്തിൻ്റെ സമയത്ത് തുടങ്ങിയ പ്രശ്നങ്ങളാണ് പാലക്കാട് കോൺഗ്രസിനകത്ത്. ഇപ്പോൾ NDAയും മറ്റും ഇപ്പോൾ 2-3 റൗണ്ട് തെരഞ്ഞെടുപ്പ് പ്രചാരണം പൂർത്തിയാക്കി അവർ മുന്നോട്ട് പോകുമ്പോഴും കോൺഗ്രസിനകത്ത് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഉപരി അവരുടെ ശ്രദ്ധ ഇപ്പോഴും അവരുടെ ആഭ്യന്തര പ്രശ്നങ്ങളിൽ തന്നെയാണ് എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ഈ നടപടി വ്യക്തമാക്കുന്നത്.